തെരഞ്ഞെടുപ്പിലേൽക്കുന്ന പരാജയത്തേക്കാൾ വലിയ നാണക്കേടിലും അപമാനത്തിലുമാണ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് കടന്നു വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും അനുഭാവികളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുന്നതും പറയുന്നതുമാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്ന ക്യാപ്സൂൾ ഇറക്കി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ ഇളിഭ്യരാക്കുന്ന നേതാക്കളുടെ പത്രസമ്മേളനങ്ങളും ചർച്ചകളും ജനങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുക തന്നെ ചെയ്യും. പേരിൽ മാത്രം വലിപ്പമുള്ള ഹൈക്കമാൻഡ് എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ജനങ്ങൾ ഇപ്പോൾ സംശയത്തോടെ നോക്കിക്കാണുകയാണ്. തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് തങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ അധികാരത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാനാണ് നിങ്ങളുടെ ഈ ഹൈക്കമാൻഡ് ഡിസിഷനെങ്കിൽ ജനങ്ങൾ അടുത്ത കാലത്ത് തന്നെ, അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ മറ്റൊരു ഡിസിഷൻ എടുക്കുന്നതാണ്. പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കു നേരെ നിങ്ങളുടെ അധികാര കച്ചവടവും കൊണ്ടുവന്നാൽ നിങ്ങളെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തുക തന്നെ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിങ്ങനെയൊക്കെ ആവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവരെ വിജയിപ്പിക്കണ്ടായിരുന്നു എന്ന് ജനങ്ങൾ അടക്കം പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. ലോട്ടറി കച്ചവടക്കാരെ പോലെ നാളെ പ്രഖ്യാപിക്കും മുഖ്യമന്ത്രിയെ എന്ന് പറഞ്ഞ് ജനാധിപത്യത്തെ പരിഹസിക്കുന്ന ഈ നിലപാട് ഇനി എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവസാനിപ്പിക്കുക?